errors. So these errors are being identified in the behavior, and we can say that these errors are the shortcomings while making an effective decision making. So we can say that these errors are commonly known as biases. So our first question is, what is a bias? So we can say that biases are errors that happen while we make an investment decision or while we make the financing decision. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷനോ എടുക്കുമ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള ചില ബിഹേവിയറൽ എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില ബിഹേവിയറൽ ഡിസ്ട്രോഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ബയാസുകൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദി കോസ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് ബയാസസ്? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബയാസുകൾ ഉണ്ടാകുന്നത്? അപ്പൊ അതിന്റെ ആൻസർ ശരിക്കും ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. കാരണം എന്താണ്? ദ ബിഹേവിയർ ഈസ് എ സൈക്കോളജിക്കൽ ആസ്പെക്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ബയാസസ് ആർ ആസ് എ റിസൾട്ട് ഓഫ് ദി പ്രിജുഡൈസ് ആൻഡ് ദി ഇല്ലോജിക്കൽ തിങ്കിങ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പൊ നമുക്കൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ് എന്തിന് കാരണമായിട്ട് നിൽക്കുന്നത്? ബയാസിന് കാരണമായിട്ട് നിൽക്കുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ചില മിസ് അപ്രോപ്രിയേഷൻസ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ചില റോങ് തിങ്കിങ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ചില ഇല്ലോജിക്കൽ മൈൻഡ് ആവാം. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പം നമ്മളെ ഒരു റോങ് അല്ലെങ്കിൽ ഒരു എററിലേക്ക് കൊണ്ടുവരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ബിഹേവിയറൽ ഫൈനാൻസ് ഹെൽപ്പ് ഇൻ അവോയ്ഡിങ് സച്ച് എറേഴ്സ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് സം വൈസ് ഡിസിഷൻ. അപ്പൊ എന്താണ് ബിഹേവിയറൽ ഫൈനാൻസ് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ടു ലൊക്കേറ്റ് ദീസ് എറേഴ്സ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള എറേഴ്സ് ആണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തരുന്നു. ആൻഡ് ആഫ്റ്റർ ഐഡന്റിഫൈങ് ദീസ് എറേഴ്സ് we can make certain logical decision making. So we can generally classify these biases are as two. There are two types of biases. The first one is the emotional bias and the second one is the cognitive bias. So generally നമ്മൾ ഇതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഇമോഷണൽ ബയാസ് എന്നും കോഗ്നിറ്റീവ് ബയാസ് എന്നും. അപ്പം ഈ ബയാസുകൾക്ക് സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് നമ്മളുടെ സിലബസിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ആൻ ഇമോഷണൽ ബയാസ്. നമുക്കറിയാലോ, വാട്ട് ഡു യു മീൻ ബൈ ദി കോൺസെപ്റ്റ് ഓഫ് ഇമോഷൻ? സോ വി ക്യാൻ സേ ദാറ്റ് ഇമോഷൻസ് ആർ എ പാർട്ട് ഓഫ് അവർ പേഴ്സണൽ ഫീലിംഗ്, അല്ലെ? നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇമോഷൻസ്. സോ സംടൈംസ് ഡ്യൂ ടു ഇമോഷൻസ് we may act very spontaneously, അല്ലെ? നമ്മൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് ചിലപ്പോൾ സന്തോഷം വന്നാൽ നമ്മൾ ചിലപ്പം ഓവർ റിയാക്ട് ചെയ്യും. അപ്പം ആ ഒരു ഫീലിങ്ങിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇമോഷണൽ എറേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഇമോഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ കൊണ്ട് നമുക്ക് എന്തൊക്കെ തെറ്റുകൾ അല്ലെങ്കിൽ എറേഴ്സ് നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദി ഇമോഷണൽ ബയസ് ആർ ഒക്യൂറിങ് സ്പോണ്ടേനിയസ്ലി. അപ്പൊ ഇത് ഹാപ്പൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഹാപ്പൻസ് വെരി സ്പോണ്ടേനിയസ്ലി. സോ ഇറ്റ് ഈസ് ഹാപ്പനിങ് വെരി ഫാസ്റ്റ്ലി ആൻഡ് ദീസ് ആർ ബേസ്ഡ് ഓൺ ദി പേഴ്സണൽ ഫീലിംഗ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ദിസ് ഹാപ്പൻസ് വൈൽ വി മേക്ക് എ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പൊ നമ്മുടെ ഡിസിഷൻ മേക്കിംഗിൽ ഉണ്ടാകുന്ന ഒരു എററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഇമോഷണൽ ബയാസ്. അതുപോലെ തന്നെ ഈ എറർ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്പോണ്ടേനിയസ്ലി. ഇനി ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് അവർ പേഴ്സണൽ ഫീലിംഗ്സ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇമോഷണൽ ബയാസ് ഡീൽസ് വിത്ത് ദ വേ ഇൻ വിച്ച് വൺ ഫീൽസ്. അപ്പൊ ഇത് നമ്മുടെ ഫീലിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ദീസ് ആർ ബേസ്ഡ് ഓൺ അവർ ഇമോഷൻസ് or these are based on our personal characteristics. And we can say that usually the common nature of individual is they are more inclined to believe something that they are having a positive emotional effect. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ട് നിൽക്കുന്നത് എന്തിലാണ്? ഒരു പോസിറ്റീവ് ഇമോഷണൽ ഇഫക്റ്റിലാണ്, അല്ലെങ്കിൽ ഒരു പ്ലസന്റ് ഫീലിങ്ങിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ പ്ലസന്റ് ഫീലിംഗ് തരുന്നതിനോടെല്ലാം അവർക്ക് എന്തുണ്ടാവും? ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവർക്ക് ഉണ്ടാവും.
So this occurs from his personal experience and out of the primary and the secondary emotions. അപ്പൊ നമ്മളുടെ ഈ ഇമോഷൻസിനെ ബേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചില പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമോഷൻസ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമോഷൻസ് എന്ന് നമുക്കൊന്ന് കാണാം. So the first one is the primary emotions. So there are 7 types of primary emotions. 7 different types of primary emotions ആണ് ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. That means the 7 different types are: first one is joy, the second one is anger, third one sadness, fourth one fear, fifth one love, sixth one disliking, and the seventh one liking. അപ്പൊ ഇങ്ങനെ certain basic ആയിട്ടുള്ള ഇമോഷൻസ്, അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രൈമറി ഇമോഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയണം. അത് ജോയ്, ആങ്കർ, സാഡ്നസ്, ഫിയർ, ലവ്, ഡിസ്ലൈക്കിംഗ് ആൻഡ് ലൈക്കിംഗ് ആണ്. അപ്പൊ ഈ പ്രൈമറി ഇമോഷൻസ് ആണ് ബേസിക്കലി ഒരാളെ എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. But there are certain secondary emotions also. This means, what is the concept of secondary emotions? These are some emotions which are derived from our primary emotions. അപ്പോൾ പ്രൈമറി ഇമോഷനിൽ നിന്ന് ഉരുത്തിരിയുന്ന ചില ഇഫക്റ്റുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ഇമോഷൻസിന്റെ ചില ഔട്ട്കംസ് ആണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ഓർ ദി എക്സാമ്പിൾ ഈസ് ദ ഫീലിംഗ് ഓഫ് അഫെക്ഷൻ അറ്റ് ദ ടൈം ഓഫ് ലവ്. അപ്പൊ അതെന്താണ്, അതൊരു സെക്കൻഡറി ഇമോഷൻ. അപ്പൊ അഫെക്ഷൻ എന്ന് പറയുന്ന അനദർ ഫീലിംഗ് ആണ് അല്ലെ, അത് ദാറ്റ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ദി ലവ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം സെക്കൻഡറി ഇമോഷൻസ് മീൻസ് ദീസ് ആർ ഇമോഷൻസ് ഡിറൈവ്ഡ് ഫ്രം ദി പ്രൈമറി ഇമോഷൻസ്. അപ്പൊ നമുക്ക് ഈ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫീലിങ്സുകളാണ് എന്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഇമോഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ പലപ്പോഴും എററുകൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എററുകളെയാണ് നമ്മൾ ഇമോഷണൽ ബയാസുകൾ എന്ന് വിളിക്കുന്നത്. So this is all about the psychological aspect of emotions. But when we think about behavioral finance, we should see the effect of these emotions in the time of investment or while making investment decisions. So when we consider about the investors, there are various category of emotional investors who are prone to various underweighting or overweighting of the available information. അല്ലെ, അപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റർ എന്നുള്ള ഒരു ആംഗിളിൽ നിന്ന് നമ്മളിത് കാണുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഇമോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർ എന്ത് ചെയ്യും, ദേ ഓവർവെയ്റ്റ് ദി അവൈലബിൾ ഇൻഫർമേഷൻ. അപ്പം ചില ഇൻഫർമേഷനുകൾക്ക് കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവർ ഡിസിഷൻ മേക്കിംഗ് എടുക്കും. എന്നാൽ ചില ആൾക്കാരോ they underweight the available information. So both these things are going to make an impact on the investment avenue അല്ലെ. അപ്പൊ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് ഏതിന്റെ കൂടെ സാധിക്കില്ല if you are an emotional investor. So they may act on the intuitions or belief about the stock price. നമുക്കറിയാം ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില മാസങ്ങളിലൊക്കെ സ്റ്റോക്ക് പ്രൈസുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് നമുക്കൊരു ഇൻഡ്യൂഷനാണ്, അത് നമ്മുടെ ചിലപ്പോൾ ഒരു ഫീലിംഗ് ആയിരിക്കും. So that is going to sometimes positively or sometimes negatively affect your investment decision. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ചില ഒരു മിഥ്യാധാരണകളൊക്കെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റുകളെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. So the emotional biases are usually established in the minds of the investors and are very difficult to overcome. ഇപ്പൊ നമ്മൾ ഈ അക്ഷയ തൃതീയാന്നും അല്ലെങ്കിൽ അതുപോലെ തന്നെ ദീപാവലി സമയത്തുള്ള സ്റ്റോക്ക് പ്രൈസുകൾ വാങ്ങിക്കുന്നതെന്നും ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു ഇമോഷണൽ ഒരു ബയാസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനൊക്കെ ഒരു ഓവർ വെയിറ്റ് നമ്മൾ കൊടുക്കും. പക്ഷെ നമുക്ക് എന്താണ്, ഇതുപോലെയുള്ള ഇമോഷണൽ ബയാസസ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ബയാസുകൾ എന്താണെന്നുള്ളതാണ്. ബയാസുകൾ ദാറ്റ് ആർ നോൺ ആസ് സർട്ടൻ എറേഴ്സ്. അപ്പം ആ എറേഴ്സ് യൂഷ്വലി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ദ എറേഴ്സ് ആർ ഹാപ്പനിങ് ആസ് എ റിസൾട്ട് ഓഫ് സർട്ടൻ ലോജിക്കൽ തിങ്കിങ്, ഇല്ലോജിക്കൽ തിങ്കിങ് ആൻഡ് സർട്ടൻ പ്രിജുഡൈസ്. അപ്പം അതാണ് ബയാസുകളുടെ ബേസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ബയാസുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇമോഷണൽ ബയാസ് എന്നും കോഗ്നിറ്റീവ് ബയാസ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ വാട്ട് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ബയാസ് എന്ന് പറഞ്ഞു. ഇത് ഒരു സ്പോണ്ടേനിയസ്ലി ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി
personal feelings, and it happens at the time of making decisions. അപ്പം ഈ ഇമോഷണൽ ബയാസിന്റെ ഒരു ബേസ് ആയിട്ട് നിൽക്കുന്ന എന്താണ്? certain primary emotions and secondary emotions ആണ്. So there are 7 primary emotions: joy, anger, sadness, fear, love, disliking and liking. And the net effect of or the outcome of the primary emotions are our secondary emotions. So that we can say that they are derived from the primary emotions. And when we think about an investor angle, the investors sometimes try to underweight and overweight the available information, and usually we can say that the emotional bias are usually established in the minds of the investors, and they are very difficult to overcome. ഇതിനെയാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രൈമറി സ്റ്റേജിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇമോഷണൽ ബയാസ് എന്ന് ചോദിച്ചാൽ നമ്മൾ അത് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. Now let's see the different types of emotional biases. ഇതൊരു ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബയാസിന്റെ. The first type of classification, that is the type of emotional biases. So the first classification is the endowment bias. The first classification is endowment bias. So let's see what is the concept of endowment bias. So this is the feeling that what we own is more valuable than what we do not. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡൗമെന്റ് ബയാസ്. അതായത് നമ്മളുടെ കയ്യിൽ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ചില ഇൻവെസ്റ്റ്മെന്റ്സുകൾ ഉണ്ടാവും. അതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന ഉള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എൻഡൗമെന്റ് ബയാസ്. So let's see once again. So what we own is more valuable than what we do not. അപ്പൊ നമ്മൾക്ക് കയ്യിലില്ലാത്ത ഇൻവെസ്റ്റ്മെന്റുകൾക്കോ ഇൻവെസ്റ്റ്മെന്റുകളുടെ പാറ്റേണിനോ അല്ല വാല്യൂ കൂടുതൽ, ബട്ട് ഇറ്റ് റിലേറ്റ്സ് ടു വാട്ട് വി ഹോൾഡ്. അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളും ചില ഇൻവെസ്റ്റ്മെന്റുകളും ചില ഷെയറുകളും ഒക്കെ ഉണ്ടാവും. അതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് എൻ എറർ അല്ലെ? ആ എററിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എൻഡൗമെന്റ് ബയാസ്. So as a result of this endowment bias, the investor might not sell a stock when the share prices fall. അപ്പം ഇതിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ ഷെയറിന്റെയോ ആ ഇൻവെസ്റ്റ്മെന്റിന്റെയോ അതിന്റെ മാർക്കറ്റ് പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? ആ ഷെയർ പ്രൈസുകൾ നമ്മൾ അല്ലെങ്കിൽ ആ ഷെയറുകൾ നമ്മൾ വിൽക്കില്ല. ബിക്കോസ് വി തിങ്ക് ദാറ്റ് ഇറ്റ് വാല്യൂസ് മോർ ദാൻ ദി പ്രസന്റ് കറന്റ് പ്രൈസ് and despite of being there is any other solid reason. ഇപ്പൊ ചിലപ്പോൾ എന്താണ്, കമ്പനിയുടെ പെർഫോമൻസ് ഡൾ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ചില ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചില ഗവൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ചില പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടായതുകൊണ്ടോ ഒക്കെ ആവാം ചിലപ്പം ഇതിന്റെ സ്റ്റോക്ക് പ്രൈസുകൾ മാറുന്നത്. ബട്ട് we do not consider any of these factors. We do not consider any of the external factors. But what is our thinking? We think that it is valued lot more than the current price. അപ്പൊ ഇത് ശരിക്കുള്ള വാല്യൂ അല്ല, ഇപ്പൊ മാർക്കറ്റിലുള്ള വാല്യൂ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല. സോ വാട്ട് വി വിൽ ഡു, വി വിൽ ഹോൾഡ് ദി സ്റ്റോക്സ് ഫോർ ദി മാർക്കറ്റ് കറക്ഷൻ. അപ്പൊ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന ഫോൾ, അതായത് സ്റ്റോക്ക് പ്രൈസുകൾ ഫോൾ ചെയ്തിരിക്കുന്ന ഈ ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കും. അപ്പം അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന എന്താണ്? ആക്ച്വലി നമുക്കൊരു നഷ്ടമാണെന്ന് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു എററിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ എൻഡൗമെന്റ് ബയാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചില അനുഭവങ്ങളുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ മേടിക്കുന്ന ഒരു വണ്ടി ഉണ്ടാവും. ഈ വണ്ടിക്ക് സാധാരണ ആൾക്കാർ വിൽക്കില്ല, കാരണം ബിക്കോസ് വി ആർ ഹാവിങ് ആൻ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. അപ്പൊ നമ്മൾ ആ സാധനം വിൽക്കില്ല. അപ്പൊ നമ്മൾ വിറ്റാൽ തന്നെ അതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് എപ്പോഴും ഒരു ഹൈ പ്രൈസ് നമുക്ക് ചിലപ്പം നമ്മളുടെ സർട്ടൻ ഇമോഷണൽ അസറ്റ്സുമായിട്ടും റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കാറിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ചില കാറുകളോട് നമുക്ക് എന്തുണ്ട്? ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. വെദർ ഇറ്റ് മേ ബി പർച്ചേസ്ഡ് ഓർ വെദർ ഇറ്റ് മേ ബി റിസീവ്ഡ് ആസ് എ ഗിഫ്റ്റ്. അതുപോലെ തന്നെ ഗോൾഡ്, അതൊരു ഇമോഷണൽ അസറ്റ് ആണ് അല്ലെ? അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും എന്താണ്, നമുക്ക് വിൽക്കാനായിട്ട് നമുക്ക് മടിയാണ്. കാരണം എന്താണ്? we overweight the values of these assets അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതൊന്നും വിൽക്കാത്തത്. So thus due to this bias he feels things that possess values more than its market value. അപ്പം
നമ്മൾ പൊസസ് ചെയ്യുന്നതിന് എന്തുണ്ട്, ഇറ്റ് വാല്യൂസ് മോർ ദാൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ തിങ് ഇൻ ദി മാർക്കറ്റ്. ഇപ്പൊ നിങ്ങൾ സ്വർണം ഉള്ളതുണ്ടെങ്കിൽ പോലും നമ്മൾ സ്വർണം മാർക്കറ്റിന്റെ ഒരു പർട്ടിക്കുലർ റേറ്റിൽ നമ്മൾ വാങ്ങിക്കുന്നത് ചിലപ്പം ഒരു താഴ്ന്ന റേറ്റിലായിരിക്കാം. കാരണം നമുക്കറിയാലോ സ്വർണ്ണ വില ഇപ്പം വളരെ ഹൈ ആയിട്ട് കൂടിക്കൊണ്ട് നിൽക്കുവാണ്. നമ്മൾ വാങ്ങിക്കുന്ന ഒരു കുറഞ്ഞ ഒരു വാല്യൂലാണെങ്കിൽ പോലും നമുക്ക് ഇന്ന് അത് വിറ്റെടുത്ത് നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇതൊന്നും വിൽക്കാത്തതിന് കാരണം എന്താണ്, വി ആർ ഹാവിങ് എൻ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു ദാറ്റ് പർട്ടിക്കുലർ അസറ്റ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദി ഇമോഷണൽ അറ്റാച്ച്മെന്റ്, we value that particular asset more than the actual value in the market. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അസറ്റുകളൊന്നും വിൽക്കാത്തത്. So let's see what are the reasons of these two endowment analysis. So we can say that there are two reasons to show why the endowment biases have been occurring for a particular individual. So the first one is the bias on the basis of ownership and the second one is the loss aversion. അപ്പോൾ ഇത് രണ്ടും ആകാം ശരിക്കും ഒരു എൻഡൗമെന്റ് ബയാസുകൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം. ഒന്ന് ദി ഓണർഷിപ്പ് അറ്റാച്ച്മെന്റ്, രണ്ട് ദി ലോസ് അവേർഷൻ. അപ്പൊ ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ അസറ്റുകൾക്ക് നമ്മൾ ഓവർ വാല്യുവേഷൻ കൊടുക്കുന്നതും അതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്യാത്ത അസറ്റുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യാത്ത ഇൻവെസ്റ്റ്മെന്റുകൾക്ക് നമ്മൾ ലെസ് വാല്യൂ അസൈൻ ചെയ്യുന്നതും. So ownership resembles to a bird in the hand worth more than two in the bush proverb. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലൊക്കെ കാണുന്നതാണ് എ ബേർഡ് ഇൻ ദ ഹാൻഡ് ആസ്പെക്ട് എന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന പക്ഷിക്കാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ വാല്യൂ ദാൻ ടു ഇൻ ദി ബുഷ്. കാരണം എന്താണ്, അത് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ദ ഔട്ട്കം ഈസ് കംപ്ലീറ്റ്ലി അൺസർട്ടൺ. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന പക്ഷിക്കോ that is a certain outcome അല്ലെ. അപ്പം അതിനാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ വാല്യൂ ദാൻ വാട്ട് വി വിൽ റിസീവ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ അതാണെന്ന് പറയുന്നത് ദി ഓണർഷിപ്പ് ആസ്പെക്ട്. രണ്ടാമത്തേതാണ് ലോസ് അവേർഷൻ, വിച്ച് മീൻസ് വാട്ട്, ദ റീസൺ ദാറ്റ് സം ഇൻവെസ്റ്റേഴ്സ് സ്റ്റിക്ക് ഓൺ ടു ദി അസെറ്റ്സ് that does not yield profit on the belief that the market value does not reach the value they perceive in the mind. അപ്പൊ ഈ ലോസ് അവേർഷൻ കൊണ്ടാണ് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്, അസറ്റ്സ് വിൽക്കാതിരിക്കുന്നത്. കാരണം എന്താണ്, അവരുടെ ഇരിക്കുന്ന ഈ അസറ്റിനെ ഇനിയും ഹോൾഡ് ചെയ്താൽ മാർക്കറ്റിൽ വാല്യൂ കിട്ടുമെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ഒരു ചിന്താഗതി. അതുകൊണ്ടാണ് അവർ പലപ്പോഴും ഈ പറയുന്ന അസറ്റുകളൊന്നും മാർക്കറ്റിൽ വിൽക്കാത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ എൻഡൗമെന്റ് ബയാസ് എന്ന് പറയുന്നത് ഒരു എററാണ്. കാരണം നമ്മൾ മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വിറ്റ് പൈസയാക്കി മാറ്റണം. അതാണ് ഒരു ഇൻവെസ്റ്റർ ചെയ്യേണ്ടത്. അല്ലാതെ വി ഷുഡ് നോട്ട് അറ്റാച്ച് ആൻ ഇമോഷൻ ടു ദീസ് പർട്ടിക്കുലർ അസറ്റ്സ് ഓർ വി ഷുഡ് നോട്ട് അറ്റാച്ച് ആൻ ഇമോഷൻ ടു ദീസ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം അവിടെ അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇഫ് വി വാല്യൂ അവർ ഇൻവെസ്റ്റ്മെന്റ് മോർ ദാൻ അതർ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് വി ഡു നോട്ട് ഹോൾഡ്, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. Now let's see what is the effect of this particular bias on the investor. So this bias causes the investor to hold the loss making securities. So ഇതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്. Even though some of the assets or even though some of the investments or even though some of the stock which we hold is a loss making one, but still we hold that asset or an investment or a stock for a long term. അപ്പോൾ നമ്മളത് വിറ്റ് കാശ് എടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നില്ല, പകരം എന്താണ്, we try to hold it, we try to wait for the market to correct it. അപ്പം അതെന്ത് ചെയ്യും, ഇൻ ഫ്യൂച്ചറിൽ നമുക്കത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ലീഡ്സ് ടു ഡിസിഷൻ പാരലൈസിസ്. നമുക്ക് എന്താണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ സാധിക്കാതെ വരും. കാരണം എന്താണ്, ഈ അസറ്റുകളെ വിറ്റിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ, നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ. അപ്പം അതും ഇതിലൂടെ സാധിക്കുന്നില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡ്യൂ ടു ദിസ് ബയാസ് the investor become reluctant to incur the transaction cost, which may be very small price to offload an unwise investment. ഇപ്പൊ ചിലപ്പോൾ അറിയാം, നമ്മൾ ചിലപ്പോൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചിലപ്പം അത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിലയൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും
ചിലപ്പോൾ ഒരു ബ്രോക്കറിന്റെ കയ്യിൽ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് വിറ്റ് നമുക്ക് ഒരു ഡീസന്റ് റിട്ടേൺ നമുക്ക് ചിലപ്പം കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവും. പക്ഷെ ഈ എൻഡോവ്മെന്റ് ഇഫക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബയാസ് ഉള്ളവർ എന്ത് ചെയ്യും, they will not or they are reluctant to incur the transaction cost. അപ്പൊ എന്താണ്, ഒരു ബ്രോക്കറിന്റെ ഏൽപ്പിച്ചാൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ട്, നമ്മൾ കമ്മീഷൻ കൊടുക്കണം അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് ഒരു സ്റ്റോക്കിന്റെ കേസിൽ. ചിലപ്പോൾ നമുക്ക് എന്താ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനിൽ പോലും നമുക്കൊരു സ്റ്റോക്ക് ചിലപ്പോൾ വിറ്റെടുക്കാൻ പറ്റും, പക്ഷെ അതൊരു ബ്രോക്കറിന്റെ ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഇസ് വാട്ട് മീൻ ബൈ ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതായത് ഒരു കമ്മീഷൻ. ആൻഡ് യു ക്യാൻ ഓഫ്ലോഡ് എ വൈസ് ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് പോലും ഈ ഒരു എൻഡോവ്മെന്റ് ബയാസ് കാരണം എന്ത് ചെയ്യുന്നില്ല, ദി ഇൻവെസ്റ്റർ വിൽ നോട്ട് ടേക്ക് ദാറ്റ് പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഇതാണ് ദി ഇഫക്റ്റ് ഓഫ് എൻഡോവ്മെന്റ് ബയാസ് ഓൺ ദി ഇൻവെസ്റ്റർ. ഇപ്പൊ എന്താണ് ഈ എൻഡോവ്മെന്റ് ബയാസ്? വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകൾക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സിനും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനും നമ്മൾ ഓവർ വാല്യുവേഷൻ നടത്തുന്നു. ആൻഡ് വി വിൽ നോട്ട് വാല്യൂ ദോസ് ഇൻവെസ്റ്റ്മെന്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് വിത്ത് അസ്. അപ്പം അങ്ങനെയുള്ള ഒരു ബയാസിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡോവ്മെന്റ് ബയാസ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് ഇമോഷണൽ ബയാസ് എന്ന് നമുക്ക് പറയാം. Now let's see the second type of the emotional bias, that is the loss aversion. So we can say that this loss aversion bias is somewhere which is related with the prospect theory. So നമ്മൾ prospect theory യിൽ ഈ ലോസ് അവേർഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. That's why it is first given here. This is introduced by Kahneman and Tversky. നമുക്കറിയാം ബിഹേവിയറൽ ഫൈനാൻസിന്റെ founders ആണ് ആര്, Kahneman and Tversky. So this particular type of emotional bias was also introduced by these two persons, Kahneman and Tversky. And what is the concept of loss aversion? So it refers to the tendency of an individual to avoid losses strongly as compared to the gains. ഇപ്പൊ നമുക്കൊരു ഗെയിൻ ആൻഡ് ലോസ് നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇമോഷണൽ അറ്റാച്ച്മെന്റ്? വി ഇമോഷണലി വിൽ സപ്പോർട്ട് ഗെയിൻ ഓർ ലോസ്. ഇപ്പൊ നമ്മൾ പ്രോസ്പെക്ട് തിയറിയിൽ പറയുന്നത് എന്താണ്? ദി ഇൻഡിവിജ്വൽസ് വിൽ ട്രൈ ടു ഓവർവെയ്റ്റ് ദി consequences of the loss rather than the positive impact from the gain. So നമുക്ക് ഒരു 1000 rupees നമുക്ക് കിട്ടുന്നതും ഒരു 1000 rupees നമ്മുടെ നഷ്ടപ്പെടുന്നതും ഒരു ഇമോഷണലി നമ്മൾ ചിന്തിക്കുമ്പം ഒരു സെയിം വെയിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്കുണ്ടായിരിക്കുന്ന ലോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദി ഓവർ വെയിറ്റ് റാദർ ദാൻ ദി പ്രോഫിറ്റ് ഓർ ദി ഗെയിൻ വിച്ച് വി ഹാവ് റിസീവ്ഡ്. അപ്പം ഇത് ഒരു ബിഹേവിയറൽ ബയാസ് ആണ് ഏതെന്ന് പറയുന്നത്, ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. സോ ദ പീപ്പിൾ ഫീൽ മോർ സ്ട്രോങ്ലി അബൌട്ട് ദി പെയിൻ ഓഫ് ദി ലോസ് റാദർ ദാൻ ദി പ്ലഷർ ഫ്രം ദി ഈക്വൽ ഗെയിൻ. നമുക്ക് എന്താണ്, വി വാല്യൂ ലോസ് മോർ ദാൻ ദി പ്ലഷർ വിച്ച് വി ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം ദി ഗെയിൻ. അപ്പൊ അതിന് നമ്മൾ പറയുന്ന ഒരു കോൺസെപ്ച്വൽ നെയിം ആണെന്ന് പറയുന്നത് ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. So we can say that the loss aversion person may prevent others from making decisions on innovative ideas. So പലപ്പോഴും നമ്മുടെ ഓൾഡ് ഏജ് ആയിട്ടുള്ള നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പലപ്പോഴും താല്പര്യം ഇല്ലാത്തവരാണ് അല്ലെ. ഒരു മേജർ ഡ്രോബാക്ക് ഓഫ് ലോസ് അവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? We are not intending to make investment in an innovative idea, or we are reluctant to step into some innovative idea. So that is the major problem of the loss averse individuals. As far as an investor is concerned, it is said that the feel of pain of loss is twice more than the pleasure of gain. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഇന്നോവേറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് പോർട്ട്ഫോളിയോ ഒന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എന്തിലൂടെ സാധിക്കില്ല, ഒരു ലോസ് അവേർട്ട് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദെയർ ഫീലിംഗ്? ദേ ഫീൽ ദി പെയിൻ ഓഫ് ലോസ് ട്വൈസ് വെൻ ഇറ്റ് കമ്പയർഡ് ടു ദി പ്ലഷർ ഓഫ് ഗെയിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ലോസിനാണ് അവർ എന്ത് ചെയ്യുന്നത്, കൂടുതൽ
ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് they are not able to take up innovative ideas. And we can say that this is one of the major concepts which we have discussed in our prospect theory. അപ്പം ഈ loss aversion concept actually introduce ചെയ്തിരിക്കുന്നത് തന്നെ എവിടെയാണ്? The prospect theory-ലാണ്. Now let's see the effect of loss aversion bias in terms of risk taking in market makers is shown in the intraday trading. അപ്പോൾ നമ്മൾ ഇതൊരു ആദ്യം പറഞ്ഞത് ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ്. Then when it comes to the actual stock market or in the investment market, one of the good example about the loss aversion is that the example is related to intraday trading. അതായത് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒന്നിൽ കൂടുതൽ ടൈം ഒരേ ദിവസം തന്നെ എന്ത് ചെയ്യുകയാണ്? ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുകയാണ്. സപ്പോസ് യു തിങ്ക് ദാറ്റ് വെൻ യു മേക്ക് എ പർച്ചേസ് or when you make a sale during the morning time in the stock market, നമുക്ക് സപ്പോസ് നമ്മൾ ഒരു സാധനം വിറ്റപ്പോൾ നമ്മൾ നഷ്ടത്തിലാണ് വിറ്റത്. അപ്പൊ നമ്മൾ നഷ്ടത്തെ വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? നമുക്കൊരു ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ സെയിം ഡേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ആൻഡ് സെയിൽ റെഗുലർലി നമ്മൾ നടത്തും. ഫോർ വാട്ട് പർപ്പസ്? ഫോർ മേക്കിംഗ് എ പോസിബിൾ ഗെയിൻ. നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഉണ്ടായ ഒരു ലോസിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വി ട്രൈ ടു ഗെറ്റ് എ പ്രോഫിറ്റ്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ദിവസം തന്നെ ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, ദി ഇഫക്റ്റ് ഓഫ് ലോസ് അവേർഷൻ ക്യാൻ ബി ഐഡന്റിഫൈഡ് ഇൻ ഇൻട്രാഡേ ട്രേഡിംഗ്. അത് നമുക്ക് എന്താണ്? നമുക്കൊരു നഷ്ടം വരുമ്പോൾ എന്ത് ചെയ്യും? വി ഓവർ വെയിറ്റ് ഇറ്റ്. അപ്പൊ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ്? വി ട്രൈ ടു ഓവർകം ദാറ്റ്. സോ വി മേ അഗെയിൻ ട്രാൻസാക്ട് ഇൻ ദി സെയിം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ, ടു ഒബ്റ്റെയിൻ എ പർട്ടിക്കുലർ ഗെയിൻ. അതാണ് ഈവൻ ഒരു ലോട്ടറി എടുക്കുമ്പോൾ പോലും ആ ലോട്ടറി അടിക്കാത്തവര് വീണ്ടും വീണ്ടും ലോട്ടറി എടുക്കുന്നതിന് കാരണം എന്താണ്? ചിലപ്പോൾ 50 രൂപ മുടക്കിയായിരിക്കും ലോട്ടറി എടുക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്കുള്ള നഷ്ടപ്പെട്ട 50 രൂപ അടുത്ത ലോട്ടറി എടുക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും എന്ന് ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക? ഈ ലോട്ടറി അടുത്ത ആള് അല്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും എടുക്കുന്നത്. So that is the concept of the loss aversion. So you can say that a loss in the morning leads to a higher risk-taking behavior in the afternoon. Which means what? Once a loss is obtained, again the same individual will be making an investment in the afternoon. Which means what? ഇതൊരു ലോസ് അവേഴ്സൺ ആണെങ്കിൽ പോലും അവിടെ ആ ഇൻഡിവിജ്വൽസ് എന്തല്ല? റിസ്ക് അവേഴ്സ് അല്ല. ദേ ആർ ഏബിൾ ടു അണ്ടർടേക്ക് ദി റിസ്ക്. അപ്പം ഒരു ലോസ് ഉണ്ടാകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? കൂടുതൽ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് താല്പര്യമുള്ളവർ ആകുമെന്നാണ് ഈ കോൺസെപ്റ്റിന്റെ അകത്ത് നമ്മൾ പറയുന്നത്. So in this case, the investors start taking a higher risk in order to have a chance of nullifying their earlier losses. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ലോസ് ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ എന്താണ്? They are becoming a risk taker. എന്തിനു വേണ്ടിയാണ് ഇവർ റിസ്ക് ടേക്കർ ആകുന്നത്? In order to nullify their earlier losses. കാരണം ലോസസിനാണ് അവർ ഓവർ വെയിറ്റ് കൊടുക്കുന്നത്. അപ്പൊ അവർക്കൊരു ഗെയിൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? അവർ ഓവർ വെയിറ്റ് ചെയ്യുന്നില്ല. So losses mean a more damage to their behavior. അപ്പൊ അതുകൊണ്ടാണ് അവര് ലോസസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുന്നത്. So in our daily life, we take financial decision on the basis of this particular bias. അല്ലെ, നമ്മൾ പലപ്പോഴും ഈ പർട്ടിക്കുലർ ബയാസിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കാറുണ്ട്. So we prefer durables that have free services. അല്ലെ, നമുക്ക് ഒരു ലോങ് ടൈം ആയിട്ടുള്ള നമ്മൾ അസറ്റുകൾ പലപ്പോഴും അസറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സോ ഒക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്? ഡസ് ഇറ്റ് ഹാവ് എ ഫ്രീ സർവീസ് അല്ലെങ്കിൽ ഡസ് ഇറ്റ് ഹാവ് എ ഗ്യാരണ്ടി? അപ്പം നമുക്ക് എന്താണ്? നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ലോസ് ഉണ്ടാകാനായിട്ട് നമുക്ക് താല്പര്യം ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു നേഷൻസ് while they're taking riskier decisions as in the case of vaccines for the COVID-19. നമുക്കറിയാം അവിടെ നമുക്കൊരു റിസ്കി എലമെന്റ് ഉണ്ട്. എങ്കിലും നമ്മൾ എന്താണ്? അവിടെ ഒരു ലോസ് അല്ലെങ്കിൽ ഒരു ഡാമേജ് ഉണ്ടാകുന്ന ഒരു സമയത്ത് നമുക്ക് എന്താണ്? റിസ്ക് എടുക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവും. Thus, even if such biases are good in some situations, to which with the alertness, it is also necessary to reduce such tendencies in order to avoid the scope of foregoing good chances of guaranteed returns with a predictable risk. അപ്പൊ നമുക്കറിയാം ഈ ബയാസ് ഒരു പരിധി വരെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം എന്താണ്? വി ആർ ഏബിൾ ടു ടേക്ക് സർട്ടൻ റിസ്ക്.
and sometimes we may get some guaranteed amount of returns. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് ഒരു റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആകുന്ന ഒരു ബയാസ് ആണ് എന്ത്, ലോസ് അവേഴ്ഷൻ എന്ന് പറയുന്ന ബയാസ്. പക്ഷേ ദാറ്റ് ഷുഡ് ബി എക്സിക്യൂട്ടഡ് വിത്ത് സം എമൗണ്ട് ഓഫ് അലേർട്ട്നെസ്. വളരെ സൂക്ഷിച്ച് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. So let's see what is the effect of this bias on the investors. The studies prove that the investors are loss averse rather than risk averse. So if there is a chance of loss, the people are able to take the risk. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ പരീക്ഷയുടെ എക്സാമിന്റെ സമയത്താണെങ്കിൽ പോലും നമ്മൾ എക്സാമിന് ജയിക്കുമല്ലോ, അല്ലെങ്കിൽ കോവിഡ് കാരണം പെട്ടെന്ന് അല്ലെങ്കിൽ ലീനിയന്റ് ആയിട്ട് നമ്മുടെ പേപ്പർ നോക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാതെ നേരെ പഠിക്കാത്തത്. എന്നാൽ നമുക്കൊരു സപ്ലി ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞുള്ള എക്സാം ഒക്കെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സാകുന്നുണ്ട്. അതിന് കാരണം എന്താണ്? when there is a loss, you are able to take risk or you are able to work hard. അപ്പം അതിന്റെ ഒരു ഇഫക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പാസ്സാകുന്ന ഒക്കെ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. Now next one is loss aversion makes people averse to take decision relating to financial plans. ഈ ലോസ് അവേർഷൻ എന്ത് ചെയ്യും, പലപ്പോഴും ആൾക്കാരെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. കാരണം എന്താണ്, ദർ ക്യാൻ ബി ചാൻസസ് ഓഫ് ലോസ്. അപ്പൊ അതുകൊണ്ട് അവരത് എടുക്കാനായിട്ട് താല്പര്യം കാണിക്കില്ല. ആൻഡ് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഇൻവെസ്റ്റർ പാരാലിസിസ്, വിച്ച് മീൻസ് unable to make effective decisions. Now to overcome the loss aversion, provide alternative anchors or reference point. അപ്പൊ നമുക്ക് ചില ഉറപ്പുകൾ വേണം അല്ലെ, ചില ഡിസിഷൻ മേക്കിംഗ് ഇമ്പാക്റ്റുകൾ വേണം. അപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആങ്കേഴ്സ് അല്ലെങ്കിൽ വി നീഡ് സം ഓൾട്ടർനേറ്റീവ് വേസ് ടു മേക്ക് ദി ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമുക്ക് ചില എക്സാമ്പിൾസ് വേണം, ഓൾട്ടർനേറ്റീവ് എക്സാമ്പിൾസ് വിച്ച് ഹെൽപ്പ് us ടു മേക്ക് എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഓൾട്ടർനേറ്റീവ് ആങ്കേഴ്സ് അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോസ് അവേർഷൻ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ലോസ് അവേർഷൻ ബയാസ് മിനിമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ്. ക്ലിയർ ആണല്ലോ? ഇത് രണ്ടുമാണ് ആദ്യത്തെ രണ്ട് ടൈപ്പ് ഓഫ് ഇമോഷണൽ ബയാസസ്. ദ ഫസ്റ്റ് വൺ എൻഡൗമെന്റ് ബയാസ് ആൻഡ് സെക്കൻഡ് വൺ ദി ലോസ് അവേർഷൻ ബയാസ്. Now let's move to the third one, that is the disposition effect. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തള്ളിക്കളയുക അല്ലെങ്കിൽ വിറ്റെടുക്കുക എന്നൊക്കെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ നമ്മൾ അത് നശിപ്പിച്ച് കളയുക എന്നൊക്കെയുള്ളതാണ് അതിന്റെ അർത്ഥം, ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് ഈ ഡിസ്പോസിഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഡിസ്പോസിഷൻ ബയാസ്? So we can see the many economists have documented that the investors are reluctant to realize their losses while they realize their gains prematurely. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഈ കാര്യം ഇതാണ്, അതായത് നമ്മുടെ കയ്യിൽ ഒരു ഷെയർ ഉണ്ടെന്ന് വിചാരിച്ചു, നമ്മൾ ആ ഷെയർ 100 രൂപയ്ക്കാണ് വിറ്റത് അല്ലെങ്കിൽ വാങ്ങിച്ചത്, വിറ്റതല്ല വാങ്ങിച്ചത്. അപ്പൊ ആ 100 രൂപയ്ക്ക് ആ ഷെയർ വാങ്ങിച്ച് നെക്സ്റ്റ് ഡേയിൽ ഈ ഷെയർ പ്രൈസ് 120 മാറി. അപ്പൊ നിങ്ങൾ ഈ ഷെയർ വിൽക്കാനായിട്ട് തയ്യാറാകുമോ? തയ്യാറാകും. കാരണം എന്താണ്, യു ആർ ഏബിൾ ടു റിയലൈസ് ദീസ് ഗെയിൻസ് പ്രീമച്വർലി. അപ്പൊ നമ്മൾ ഉടനടി നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ 20 രൂപ കിട്ടുമ്പോഴത്തേക്ക് 20 രൂപ ഗെയിൻ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചിന്താഗതി എന്താണ്, സംടൈംസ് ഈസ് തിങ്സ് ആർ കെപ്റ്റ് അഗെയിൻ ഫോർ എ ഫർദർ ഡേ. നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, എപ്പോഴാണോ പ്രോഫിറ്റ് ആകുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അത് സെല് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്താണ്, വി ക്ലോസ് ദാറ്റ് ഗെയിൻ പ്രീമച്വർലി, ബട്ട് the investors are reluctant to realize the loss. അപ്പൊ സപ്പോസ് ആ ഷെയറിന്റെ പ്രൈസ് 90 മാറിയാലോ? അപ്പൊ അവിടെ ഒരു പോസിബിലിറ്റി ഇല്ല വീണ്ടും അതിന്റെ പ്രൈസ് കുറയാനായിട്ട്. പക്ഷെ നമ്മൾ അത് കൺസിഡർ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും, അത് 90 നമ്മൾ ആ ഷെയറുകൾ കയ്യിൽ വെച്ചോണ്ടിരിക്കും. എന്താകാൻ, അറ്റ്ലീസ്റ്റ് നമുക്ക് 100 വരെ എത്തുമോ എന്ന് നോക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ബയാസിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്പോസിഷൻ ഇഫക്റ്റ്. So here which means we dispose those investments or shares which are profitable and that are closed or disposed prematurely.
അത് നമ്മൾ കീപ്പ് ചെയ്തായിരുന്നെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ എന്താണ് ഇതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ടൈം ഗെയിൻ കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു, അതിനെ ക്ലോസ് ചെയ്ത് കളഞ്ഞു, അതിനെ നമ്മൾ വിറ്റ് കളഞ്ഞു. ബട്ട് വി ആർ നോട്ട് ഡിസ്പോസിങ് ദോസ് ഇൻവെസ്റ്റ്മെന്റ്സ് വിച്ച് വി ആർ റിയലൈസിങ് എ ലോസ്. അപ്പൊ നമുക്ക് ലോസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ലോസ് തരുന്ന അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വിറ്റ് കളയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെൻഡൻസിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസ്പോസിഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ടെൻഡൻസി ഈസ് നോൺ ആസ് വാട്ട്, the disposition effect. So let's see the Sheffrin and Mayer statement. They state that when the investor invests in the stock market, they tend to quickly sell the stock when they experience the price appreciation. അപ്പം ഈ ഷെഫ്രിൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഫാക്ട് ആണ് എന്താണ്, the individuals tend to quickly sell the stock when they face the price appreciation. അപ്പൊ ഒരു സ്റ്റോക്കിന് പെട്ടെന്ന് ഒരു നാളില് പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടായാൽ ഇൻഡിവിജ്വൽസിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു കോമൺ ടെൻഡൻസി എന്താണ്, they try to sell this particular stock, but they will cling to the stocks that are declining. എന്താണ്, അവരുടെ കയ്യില് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ എന്ത് ചെയ്യും, കൂടുതൽ നാൾ വെച്ചുകൊണ്ടിരിക്കും. So they want to earn profit on the profitable investments, but they do not want to book loss on the losing securities in the anticipation that the prices will rise eventually. എന്താണ്, അവരുടെ ഒരു സ്റ്റോക്കിന്റെ മേലെ അവർക്ക് പ്രോഫിറ്റ് എപ്പോഴും കിട്ടണം, പ്രോഫിറ്റ് എപ്പോഴും വേണമെന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷെ അവർ ചിലപ്പോൾ ഒരു റോങ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവും. ആ റോങ് ഇൻവെസ്റ്റ്മെന്റിന് ഇപ്പോൾ എന്താണ് കിട്ടുന്നത്, ഒരു ലോസ് ആണ്. പക്ഷെ ആ ലോസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. So they are not ready to book these particular losses. And what is their anticipation? Their anticipation is such way that the prices of these shares may go up in the future. However, in most of the logical course of action, they would be holding on the winning stock in order to further gain and selling the losing stock in order to prevent the escalation of the loss. നമ്മൾ ഒരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, we need to hold on the winning stock അല്ലെ for the future gain. നമ്മൾ ലോജിക്കൽ തിങ്കിങ്ങിൽ നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് നമ്മൾക്ക് ഇപ്പം ഒരു പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്ന സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം, we hold on and we sell those losing stocks in order to prevent any such further losses. പക്ഷെ ആൾക്കാർ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സാധാരണ ബിഹേവ് ചെയ്യുന്നത്. So what the investors here do is, investors hold on the losing stock for a long term period. So the investors are willing to take a higher risk in order to avoid the disutility of the prospective loss. അപ്പൊ അവരുടെ മേജർ കൺസേൺ ഇവിടെ എന്താണ്, ഒരു പ്രോസ്പെക്റ്റീവ് ലോസ് ആണ്. ആ ലോസ് ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഒരു ഡിസ്യൂട്ടിലിറ്റി വരാതിരിക്കാൻ എന്താണ്, they are able to take a higher risk. What is the risk taking here? They are ready to hold this stock for a longer period. But unfortunately, many of the losing stocks never recover and the losses incurred will continue to increase. അപ്പോൾ ഇപ്പോൾ സാധാരണ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ഒന്നും കാണിക്കാത്ത സ്റ്റോക്കുകൾക്ക് പ്രത്യേകിച്ച് ഒരു മൂവ്മെന്റ് ചേഞ്ച് ഒന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. അവർ ഭാവിയിൽ പിന്നീട് എന്ത് തന്നെയായിരിക്കും, അവർക്കൊരു നെഗറ്റീവ് ട്രെൻഡ് തന്നെയായിരിക്കും കാണിക്കുന്നത്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്റ്റോക്കുകൾ വിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക മാത്രമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. So this is one of the explanation of the most important anomaly known as price momentum, according to which the winners of the stock market remains as the winners and the losers of the stock market remain as the losers. അപ്പൊ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എപ്പോഴും അത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. And what about the losers? They are always the losers. That is known as price momentum. So we should be able to identify the price momentum of stocks. So because of the disposition effect, the stock do not reach their fundamental value as the investors are hanging on loss making one. അപ്പൊ ചിലപ്പോൾ എന്താണ്, ഒരു കമ്പനിയുടെ ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി അത് കുറയാനായിട്ടുള്ള കാരണം എന്താണ്, ആൾക്കാർ ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നില്ല.
ആർക്കാരും ഇത് വിറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിയാലേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ, അവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉണ്ടാവുള്ളൂ. അങ്ങനെ സ്റ്റോക്ക് പ്രൈസുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാതെ കൂടുതൽ എന്ത് ചെയ്യണം, അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് വിറ്റെടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കണം. Now let's see what is the effect on investors. The investors are having the tendency to hold the stock till they reach the break even. അപ്പോൾ അവരുടെ ഒരു ഇന്റൻഷൻ എന്താണ്, അറ്റ്ലീസ്റ്റ് ലെറ്റ് ദി പ്രൈസ് ഓഫ് ദി സ്റ്റോക്സ് ബി ടിൽ ദി ബ്രേക്ക് ഈവൻ. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ്, നമ്മൾ മുടക്കിയ പൈസയെങ്കിലും അറ്റ്ലീസ്റ്റ് അത് കിട്ടണം എന്നുള്ള ഒരു ഇന്റൻഷൻ ആണ് ആർക്കുള്ളത്, ഇൻവെസ്റ്റേഴ്സിന് ഉള്ളത്. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് സെല്ലിംഗ് അറ്റ് ലോസ് ഹേർട്സ് ദി ഇൻഡിവിജ്വൽ. ഇപ്പം നമുക്കറിയാം ഇൻവെസ്റ്റേഴ്സിനെ ഈ സെല്ലിംഗ് അറ്റ് ലോസ് അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്, അവര് ആ സ്റ്റോക്കുകൾ വീണ്ടും ഹോൾഡ് ഓൺ ചെയ്യും. സെക്കൻഡ് വൺ, ദി പീപ്പിൾ വിഷ് ടു സെൽ ആസ് സൂൺ ആസ് യു റിയലൈസ് സം മിനിമൽ ഗെയിൻ. ഇന്ന് വാങ്ങിച്ച് നാളെ പ്രൈസ് കൂടി നമ്മൾ എന്ത് ചെയ്യും, വിൽക്കാൻ ശ്രമിക്കും. കാരണം എന്താണ്, വി ഷുഡ് ഗെറ്റ് ഓർ ദെയർ ഇന്റൻഷൻ ഈസ് ഓൺലി ടു ഗെറ്റ് എ മിനിമൽ ഗെയിൻ. ഒരു ലോങ് ടൈം ഗെയിൻ വേണ്ടവർ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു മൊമെന്റം ഉള്ള സ്റ്റോക്കുകൾ കൂടുതൽ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ്, ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ഓൺ ലോസ് മേക്കിംഗ് സ്റ്റോക്ക് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ റിഗ്രറ്റ് ഓഫ് മേക്കിംഗ് എ ബാഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെ കാണും, ബിക്കോസ് വി മെയ്ഡ് എ ബാഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, അപ്പൊ അതിന്റെ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സൈക്കോളജിക്കൽ എലമെന്റ് അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, ദേ വെയിറ്റ് അറ്റ്ലീസ്റ്റ് ടു ഗെറ്റ് ദി ബ്രേക്ക് ഈവൻ വാല്യൂ. അപ്പം അങ്ങനെയുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ടിനെ കവർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, ദേ ട്രൈ ടു ഹോൾഡ് ദി ലോസ് മേക്കിംഗ് സ്റ്റോക്സ്. ലാസ്റ്റ് വൺ, the people feel more regret about holding a losing stock for too long than about selling a winning stock too early. നമുക്കറിയാം ഒരു പ്രൈസ്, ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഷെയർ എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അതൊരു നഷ്ടമാണ് അല്ലെ. ആ നഷ്ടത്തെക്കാളും വാല്യൂ ചെയ്യുന്നത് എന്താണ്, they more or the people feel more regret about holding a losing stock അല്ലെ. നമുക്ക് നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും സങ്കടം. അതിനേക്കാൾ പക്ഷേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന ഒരു ഷെയറിനെ നേരത്തെ വിറ്റ് പോയതിലല്ല നമുക്കുള്ള സങ്കടം. അപ്പൊ നമുക്ക് എന്താണ്, ലോസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനാണ് നമുക്ക് കൂടുതൽ ഒരു ഡിസ്പോസിഷൻ എഫക്റ്റ് ഉള്ളതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇമോഷണൽ ബയാസിന്റെ ആദ്യത്തെ 3 ടൈപ്പ് ഓഫ് ബയാസുകളാണ് നമ്മൾ കണ്ടത്. ഇപ്പം ഒന്ന് എൻഡോവ്മെന്റ് ബയാസ്, രണ്ടാമത്തേത് ലോസ് അവേർഷൻ, ആൻഡ് ദി തേർഡ് വൺ